ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താണെന്നറിയാമോ? കൂർക്ക കഴുകി വൃത്തിയാക്കി ചരണ്ടി വൃത്തിയാക്കി മെഴുക്ക് പുരട്ടിക്ക് പാകത്തിന് കട്ട് ചെയ്ത് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. വളരെയധികം ടേസ്റ്റായിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. മെഴുക്ക് പുരട്ടാൻ തോരൻ വെക്കാം, എന്താ പറയുക, വറുത്തരച്ച് കറി വെക്കാം, മീറ്റ് മസാലയൊക്കെ ചേർത്ത് ബീഫ് വെക്കുന്നത് പോലെ നമുക്ക് ചെയ്തെടുക്കാം. പല രീതിയിലും ഈ കൂർക്ക നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റ്, എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കൂർക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൂർക്ക ഇന്ന് മെഴുക്ക് പുരട്ടാനായിട്ട് ഞാൻ പോകുന്നത്. അപ്പം 1/2 കിലോ കൂർക്ക ഇവിടെ ചരണ്ടി വൃത്തിയാക്കി വെള്ളത്തിലിട്ടുണ്ട്. അപ്പോൾ കൂർക്ക എല്ലാവർക്കും മടിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാം. ഒരു കോട്ടൺ തുണിയിലേക്ക് മൊത്തത്തിൽ കൂർക്ക കെട്ടിയിട്ട് നിലത്തോട്ടിട്ട് നല്ലോണം ഞെരടി ഉരച്ച് ഇതാക്കി കഴിയുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം അങ്ങ് പൊളിഞ്ഞു പോകും. അല്ലെന്നുണ്ടെങ്കിൽ ചണച്ചാക്കുണ്ടല്ലോ, അതിനകത്തോട്ടിട്ട് പിന്നെ പതുക്കെ ഇങ്ങനെ അടിച്ചെടുത്താലും മതിയാകും. എന്നിട്ട് വെള്ളത്തിലേക്കിട്ട് ഞരടി കഴുകി വൃത്തിയാക്കുമ്പം ഒരു 1/4 ഭാഗവും തൊഴിൽ ഇതിൻ്റെ പോയിട്ടുണ്ടാവും. അന്നേരം നമുക്ക് ബാക്കിയുള്ള പറ്റി പിടിച്ചിരിക്കുന്നത് മാത്രം ചിരണ്ടി വൃത്തിയാക്കിയാൽ മതിയാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇത് കട്ട് ചെയ്ത് എല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലോട്ട് ഇട്ടിട്ട്, അല്ല പുറത്ത് അഥവാ ഇങ്ങനെ ചിരണ്ടി കഴിഞ്ഞ് വെള്ളത്തിലിടാതെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചുമന്ന നിറം പോലെ ആയിപ്പോവും. അപ്പോൾ ഒരു കളർ വ്യത്യാസം വരും ഇതിന്. അപ്പം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇനി മെഴുക്ക് പുരട്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളെടുത്ത് തയ്യാറാക്കി ഇത് കുക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ളി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസവും, അല്ലെങ്കിൽ ഒന്ന് കുഴഞ്ഞ് ഒക്കെ ഉള്ളിയൊക്കെ ഇങ്ങനെ ശരിയായ രീതിയിൽ വഴന്ന് വരാതൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ഈ മെഴുക്ക് പുരട്ടിക്ക്. അപ്പം നമുക്കിത് ചെയ്യാനായിട്ട് ഞാൻ പോകുന്നത്, ഈ കൂർക്ക എടുത്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ശകലം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇത് ഉപ്പി പറ്റിച്ച് എടുക്കുക. ഉപ്പി പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വേവിച്ചെടുക്കുക. നല്ലപോലെ വേണ്ട ഒരു 1/4 വേവ് മതിയാവും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സവാള, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കടുവും പൊട്ടിച്ച് കറിവേപ്പിലയും എല്ലാം ഇട്ട് ഈ സാധനം കുടഞ്ഞിട്ട് നല്ലപോലെ ഇളക്കി മൂപ്പിച്ച് എടുക്കാവുന്നതാണ്. പെരുംജീരകം എല്ലാം നമുക്ക് ചേർക്കണം. അത് ഞാൻ ഓരോന്നായിട്ട് എടുക്കുക. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതൊന്ന് വേകാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മൾ ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം കറിവേപ്പില, ഉപ്പ് ഇത്രയും ഇതിനകത്തേക്ക് ഇട്ട് ഇത് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഇതുപോലെ നഖക്കെ ഒന്ന് നിന്നാൽ മാത്രം മതി. അപ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. ഒരുപാട് വേവൊന്നുമില്ല, ഒരു 1/4 വേവ്. നല്ലപോലെ വെന്തുടഞ്ഞു പോകണ്ട. അപ്പോൾ പിന്നെ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു 1/4 വേവ് പാകം മതിയാവും. ഇതിനെ ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ആ നേരം കൊണ്ട് നമുക്ക് 2 വലിയ ഉള്ളി കട്ട് ചെയ്ത്, വെളുത്തുള്ളി, അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കുക. ഒരല്പം തേങ്ങാക്കൊത്തൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരിച്ചിരി തേങ്ങാക്കൊത്ത് എല്ലാം നമുക്ക് എടുക്കാം. ആ നേരം കൊണ്ട് ഇത് ഇവിടുന്ന് വേകുകയും ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി ഇത് വേകുകയും ചെയ്തിട്ടുണ്ട്. കണ്ടോ, മുറിച്ച് കഴിഞ്ഞാൽ ഇനി ബാക്കി എണ്ണയ്ക്കകത്ത് കിടന്ന് ഇത് വെന്തോളും. വെള്ളമെല്ലാം വറ്റി കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ എടുത്തിരിക്കുക, ചെറിയ മുറിയായിരുന്നു. അപ്പോൾ അത് കൊത്തി വെച്ചിട്ടുണ്ട്. ഒരു 2 ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് കട്ട് ചെയ്തത്, വെളുത്തുള്ളി ഒരു 3-4
അല്ലി വെളുത്തുള്ളി ഇടിച്ച് വെച്ചിട്ടുണ്ട്. ഒരല്പം കുരുമുളകും പെരുംജീരകവും അതും കൂടെ നമുക്ക് ഒന്ന് ഇടിച്ച് ഇതിനകത്തോട്ടിട്ടൊന്ന് ഇടിച്ച് ചതുക്കി എടുക്കണം. നല്ലപോലൊക്കെ പൊടിയണമെന്നില്ല, ഒന്ന് ഇടിച്ച് ചതച്ച് ഇടയ്ക്ക് നമുക്കൊരു പെരുംജീരകത്തിൻ്റെ ഒരു കടിയൊക്കെ വേണം. അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് അതിടുമ്പോൾ മൂത്തും കിട്ടും, നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിതിൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങും. അപ്പോൾ നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ഒരു ചെറിയ ബ്രൗൺ നിറം ആകുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പെരുംജീരകം കുരുമുളക് എല്ലാം കൂടെ ഇടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് പൊടിയാതെ ഒന്ന് നല്ലപോലെ ഇടിച്ച് ഒരു പരുവം ഈ ഒരു പരുവത്തിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതിൻ്റെ പെരുംജീരകം അതും കൂടി ഇതിനകത്ത് ചേർത്തൊരു പെരുംജീരകത്തിൻ്റെ ഇടയ്ക്കൊരു കടിയൊക്കെ വരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടിച്ച് ചതുക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഏറെക്കുറെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ബ്രൗൺ നിറം ആയില്ല, ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് ആയി കഴിയുമ്പോഴത്തേന് പറ്റ ബ്രൗൺ നിറം ആകരുത്. കാരണം നമ്മുടെ ഉള്ളി എല്ലാം കൂടെ മൂത്ത് വരുമ്പോഴത്തേന് ബാക്കി തേങ്ങാക്കൊത്ത് അതിൽ കിടന്ന് മൂത്തോളും. അപ്പം അതിൻ്റെ ഒരു പരുവം കണക്കാക്കി വേണം നമ്മൾ ഉള്ളി ഇടാനായിട്ട്. ഒരു 2 സെക്കൻഡ് കൂടെ ആയി കഴിയുമ്പോഴത്തേന് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പരുവത്തിന് ഇനി നമ്മൾ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ മൂപ്പിച്ചെടുക്കുക. ഒരല്പം കറിവേപ്പില ഇവിടെ ഞാൻ കറിവേപ്പിലയൊക്കെ ആവശ്യത്തിന് എടുത്ത് ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ നിറച്ച് ഇവിടെ വെള്ളത്തിൽ കുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തിടാനായിട്ട് പറ്റും. ഇവിടെ ഉള്ളി തേങ്ങാക്കൊത്ത് എല്ലാം ഏറെക്കുറെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇടുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇടിച്ച് വെച്ചിട്ടുള്ള പെരുംജീരകം, കുരുമുളക് ഇതെല്ലാം കൂടെ ഈ നടുഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ വെളിച്ചെണ്ണ കിടന്ന് ഈ പെരുംജീരകം ഇതെല്ലാം കൂടെ മൂത്ത് കിട്ടും. ഈ വെളിച്ചെണ്ണ കിടന്ന പെരുംജീരകം കുരുമുളക് എല്ലാം ഒന്ന് മൂത്ത് വന്നു. ഇനി ബാക്കിയെല്ലാം കൂടെ നല്ലപോലൊക്കെ മിക്സ് ചെയ്ത് ഇത്ര മതി. ഈ ടൈം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉപ്പി പറ്റിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കൂർക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കി വേവിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഇത് മാത്രമേ കഴിക്കുകയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റ്. ആ പെരുംജീരകത്തിൻ്റെ ഒരു ഫ്ലേവറും ആ ഉള്ളി തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടെ കിടന്ന് ഇതിനെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. നമുക്ക് ഈ വെളിച്ചെണ്ണ മാത്രം മതി, ഇതിനും വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം.
ഫൈനലായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഒരല്പം കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. കായപ്പൊടി ഇച്ചിരി കായപ്പൊടി, കായത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരല്പം കൂടുതലിട്ടത്. ആ കായത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ഈ കൂർക്കയിലോട്ട് കണ്ട് പിടിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, എൻ്റെ മക്കളെ പറയാൻ വയ്യ. ഇപ്പം തന്നെ സ്മെല്ല് മൂക്കിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ്, വായി വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ കൂർക്ക നമ്മൾ ഇറച്ചിക്കകത്തിട്ടു വേവിച്ചെടുക്കും. അത് സാധ്യ ടേസ്റ്റാണ്. അങ്ങനെ വേണേലും ചെയ്തെടുക്കാം. എങ്ങനെയായാലും ഈ കൂർക്ക ഗംഭീരമാണ്. ഈ കൂർക്ക മെഴുക്ക് പുരട്ടി മാത്രം മതി ചോറിനാൻ, വേറെ ഒന്നും വേണ്ടി വരില്ല. ഇത് കാണുമ്പോൾ തന്നെ ഇപ്പം ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാനായിട്ട് തോന്നില്ല. അപ്പം നോക്കി നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടി എങ്ങനെയുണ്ടെന്ന്. അസാധ്യ ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഒരു പ്ലേറ്റ് ചോറ് പോകുന്നത് അറിയില്ല. നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് നന്നായിട്ട് മോരിഞ്ഞ് നല്ല ആ തേങ്ങാക്കൊത്തും ഉള്ളി പെരിഞ്ചീരകവും കുരുമുളകും കായപ്പൊടി എല്ലാം കൂടെ ചേർന്നുള്ള ആ ഒരു ഫ്ലേവർ എനിക്ക് പറയാൻ തന്നെ പറ്റുന്നില്ല മക്കളെ. അത്രയ്ക്ക് ടേസ്റ്റ് കേട്ടോ. വായിൽ കപ്പലോടിക്കുക. നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ, ഞാൻ പറയുന്ന കള്ളതാണ്, കണ്ടിട്ട് തന്നെ നോക്കിക്കുക. ഇതങ്ങോട്ട് കഴിക്കാനായിട്ട് അങ്ങോട്ട് എന്നാ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടി അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.